സമയം അപ്പോൾ 12 മണിയായിരുന്നു. പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്. വീടിന്റെ ഒരു മുറിയിൽ കള്ളു കുടിച്ച് ബോധമില്ലാതെ കിടക്കുന്ന എൻ്റെ ഭർത്താവ്. എന്നാൽ മറ്റൊരു മുറിയിലോ പലിശക്കാരൻ അണ്ണാച്ചിയും. ലീലേച്ചി പറഞ്ഞതുപോലെ അയാളെ സൂക്ഷിക്കണം. കള്ളു കുടിച്ച് ബോധമില്ലാതെ കിടക്കുന്ന എൻ്റെ ഭർത്താവിനോട് ഞാൻ എന്ത് പറയാനാണ്? ഒന്നും പറയാനില്ലാതെ ഞാൻ ഹോളിൽ തന്നെ ഇരുന്നു. അപ്പോഴും ലീലച്ചേച്ചി പറഞ്ഞ ചില കാര്യങ്ങളായിരുന്നു എൻ്റെ മനസ്സിൽ. ആ അണ്ണാച്ചി അയാളൊരു ക്രൂരനാണ്. അയാള് ഇതേപോലുള്ള കാര്യങ്ങളെല്ലാം എല്ലാ വീട്ടിലും കാണിക്കാറുണ്ട്. പൈസ കിട്ടിയില്ലെങ്കിൽ അവിടെ കയറി കിടക്കുക. ഇതൊക്കെ ഞാൻ ആരോട് പറയാനാണ് എന്ന് ഞാനൊരു നിമിഷം ചിന്തിച്ചു. പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു. മഴയെന്നാൽ ചെറിയ മഴയല്ല, നല്ല കടുത്ത മഴ തന്നെ. മഴ ഒരു പേമാരി പോലെ പെയ്യുമ്പോൾ ഞാനത് നോക്കിക്കൊണ്ടേയിരുന്നു. എനിക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ, ഞാൻ എവിടെ പോയി കിടന്നുറങ്ങും എന്നറിയാതെ ഞാൻ അങ്ങനെ ഇരുന്നു. ആ സമയം ഒരു മുറിയിൽ അയാളും മറ്റൊരു മുറിയിൽ ഭർത്താവും കിടക്കുന്നു. കള്ളു കുടിച്ചു വന്ന ഭർത്താവിൻ്റെ അടുത്ത് പോയി അവിടെ കിടന്നുറങ്ങുന്നതിനേക്കാൾ ഭേദം ഇവിടെ ഇരിക്കുന്നതാണ് എന്ന് എനിക്ക് തോന്നി. പുറത്തെ മഴയെങ്കിലും കണ്ട് അങ്ങനെ ഇരിക്കാമല്ലോ. ആ സമയം അങ്ങനെ ഇരുന്നു. ഞാൻ ഹോളിൽ നിന്ന് എഴുന്നേറ്റ് സിറ്റ് ഔട്ടിലേക്ക് നടന്നു. അവിടെ ആ ഒരു സ്ഥലത്ത് ചെറിയൊരു കസേര ഇട്ടിട്ടുണ്ട്. അവിടെയായിരുന്നു കേട്ടോ ഞാനും കയറിയിരുന്നു. ആ സമയത്തായിരുന്നു മഴ നന്നായിട്ട് പെയ്തു തുടങ്ങിയത്. മഴ പെയ്യുമ്പോൾ അതിൻ്റെ തണുപ്പടിക്കാൻ നല്ലൊരു രസമുണ്ടായിരുന്നു. ആ കസേരയിൽ നിന്ന് ഒന്ന് ഉറങ്ങാൻ എനിക്ക് തോന്നി. മഴയുടെ തണുത്ത് പിടിക്കുമ്പോൾ അത് ഒന്ന് അകത്തെങ്കിലും പോയി കിടന്നുറങ്ങാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആലോചിച്ചു. പക്ഷേ അതിനൊന്നും സാധിക്കില്ലല്ലോ. എല്ലാം ഞാൻ ആഗ്രഹിക്കുന്ന പോലെ ഒന്നും സംഭവിച്ചിട്ടില്ല. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴായിരുന്നു കേട്ടോ പുറത്ത് മഴ പെയ്ത് ഒന്ന് തോർന്നു തുടങ്ങിയിരുന്നു. പെട്ടെന്ന് ഞാൻ ഇരിക്കുന്ന സിറ്റ് ഔട്ടിൻ്റെ ആ വാതിലിൽ ആരോ നിൽക്കുന്ന പോലെ എനിക്ക് നിഴൽ തോന്നി. അതയാളായിരുന്നു. ഇപ്പം ആരാണെന്നറിയോ? ആ അണ്ണാച്ചി, പലിശക്കാരൻ അണ്ണാച്ചി. അയാൾ എന്നെ നോക്കി ചിരിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുകയാണ്. ഞാൻ അയാളെ ഒന്ന് നോക്കി. അയാൾ നോക്കിയിട്ട് എൻ്റെ അടുത്തേക്ക് വന്നു. ശേഷം തൊട്ടടുത്തുള്ള ആ കസേരയിൽ നിന്നു. പെട്ടെന്ന് എൻ്റെ അടുത്ത് അയാൾ ചോദിച്ചു, എന്തേ ഭർത്താവ് എന്തേ? അവൻ കാശ് തന്നില്ലല്ലോ, ഞാനൊന്ന് പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചു. പെട്ടെന്ന് ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല, കാശൊന്നും എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടില്ല. ഓ, ആ സമയത്ത് തന്നെ അയാൾ ഒന്ന് പൊട്ടിച്ചിരിച്ചു. ശേഷം എൻ്റെ അടുത്ത് പറഞ്ഞു, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അയാൾ കള്ളു കുടിച്ചിട്ടല്ലേ വന്നേ? കള്ളു കുടിക്കാൻ എവിടുന്ന് പൈസ കിട്ടി? നീ ഇതൊന്നും ചോദിക്കില്ലേ എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എന്നും കള്ളുകുടിയും കാര്യങ്ങളൊക്കെയാണ്. ആ, ഓക്കെ. നിനക്ക് ഉറക്കമൊന്നുമില്ലേ? ഞാൻ ഉറങ്ങുന്നില്ല എന്ന് അയാളോട് മറുപടി പറഞ്ഞു. നീ എന്തിനാ ഇങ്ങനെ ഉറക്കമൊഴിച്ചിരിക്കുന്നേ? നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ അകത്ത് വന്ന് കിടന്നോ, കുഴപ്പമില്ലല്ലോ എന്ന് അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു. പെട്ടെന്ന് ഞാൻ പറഞ്ഞു, എനിക്ക് ഇപ്പോൾ ഉറക്കമൊന്നും വരുന്നില്ല, ഞാൻ പുറത്തിരുന്നോളാം എന്ന് മറുപടി പറയുമ്പോൾ അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്കെന്തൊക്കെയായാലും കാശ് കിട്ടാതെ ഞാൻ പോകില്ല. എനിക്ക് കാശ് അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പണ്ടോ മുടലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നു കഴിഞ്ഞാൽ അതും കൊണ്ട് ഞാൻ പൊക്കോളാം എന്ന് പലിശക്കാരൻ എന്നോട് പറഞ്ഞു. അങ്ങനെ കുറച്ച് സമയം എൻ്റെ അടുത്ത് അയാളൊന്നും മിണ്ടിയില്ലായിരുന്നു കേട്ടോ. അങ്ങനെ കുറേ സമയം ഞങ്ങൾ രണ്ടുപേരും ഇരുന്ന് മഴ കണ്ടങ്ങനെ ഇരുന്നു. ഞങ്ങൾ രണ്ടുപേരും മഴ പെയ്ത് കാണുമ്പോൾ അകത്ത് ഒന്നും അറിയാതെ കള്ളം കുടിച്ച് ബോധമില്ലാതെ വന്ന് കിടക്കുന്ന കെട്ടിയവൻ. അയാളോട് ഞാൻ എന്ത് പറയാനാണ്? അതിനേക്കാൾ ഭേദം ഈ അണ്ണാച്ചിയോട് സംസാരിച്ചിരിക്കുന്നതാണ് എന്നെനിക്ക് തോന്നി. ഒന്നുമില്ലെങ്കിൽ പൈസയെങ്കിലും വാങ്ങിച്ചത് കൊടുക്കണം, അല്ലെങ്കിൽ വാങ്ങിക്കാൻ പറ്റരുത്. അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാനൊരു കാര്യം ചെയ്തു തരാം, നിങ്ങൾക്ക് പലിശ ഒഴിവാക്കി തരാം. പകരം എൻ്റെ മുതലും 1 മാസത്തെ പലിശയും എനിക്ക് തന്നാൽ മതി. അതിന് പകരം നിങ്ങൾ എനിക്കൊരു കാര്യം ചെയ്തു തരണം എന്ന് പലിശക്കാരൻ എന്നോട് ആലോചിച്ചു. അപ്പം തന്നെ ലീലേച്ചി പറഞ്ഞ കാര്യം ഞാൻ മനസ്സിലാലോചിച്ചു. പെട്ടെന്ന് എനിക്ക് അയാളോട് ഒന്നും തിരിച്ചു പറയാൻ തോന്നിയില്ല. എങ്കിലും ഞാനങ്ങനെ മനസ്സിലാലോചിച്ചുകൊണ്ടേയിരുന്നു.
അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അയാൾ വീണ്ടും എന്നോട് ചോദിച്ചു, എന്താ ചെയ്തു തരാൻ പറ്റുമോ ഞാനൊരു കാര്യം ചോദിച്ചാൽ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ശ്രമിക്കാം എന്ന് ഞാൻ മറുപടി പറഞ്ഞു. ആ സമയത്ത് അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, എന്നാ ഒരു കാര്യം ചെയ്യ്, എനിക്കിപ്പോൾ നിങ്ങൾ കുറച്ച് ഭക്ഷണം ഉണ്ടാക്കി തരുമോ എന്ന് ചോദിച്ചു. പെട്ടെന്ന് ഞാൻ പറഞ്ഞു, അതിനെന്താ, ഞാൻ ഉണ്ടാക്കി തരാമല്ലോ. പെട്ടെന്ന് അയാൾ ഒന്നും ചിന്തിക്കാതെ എൻ്റെ അടുത്ത് ഒരു മൗനത്തോടെ ചോദിച്ചു, ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് ഞാനും കൂടെ അവിടെ വന്ന് നിന്നോട്ടെ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, അതെന്തിനാ, നിങ്ങൾ എവിടെ ഇരുന്നോ, കുറച്ച് സമയം കഴിയുമ്പോൾ ഞാൻ അകത്ത് പോയി ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടു തരാമല്ലോ എന്ന് പറഞ്ഞു. അത് പറ്റില്ല, എനിക്ക് അവിടെ വന്ന് നിൽക്കണം, നിങ്ങൾ ഫുഡ് ഉണ്ടാക്കുന്നത് എനിക്ക് കാണണം എന്ന് അണ്ണാച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു. അത് പറയുമ്പോൾ ഞാനൊന്ന് ആലോചിച്ചു, അത് ശരിയാവുമോ, ലീലേച്ചി പറഞ്ഞ കാര്യം അതിനി എന്തായിരിക്കും ഇയാൾ മനസ്സിലാലോചിച്ചിരിക്കുന്നത്, അയാളെ അകത്തേക്ക് കൊണ്ടുവരണോ എന്ന് ഞാൻ ചിന്തിച്ചു. അതിനുശേഷം ഒരു നിവൃത്തിയില്ലാതെ ഞാൻ പറഞ്ഞു, നിങ്ങൾ പലിശയും കാര്യങ്ങളും എല്ലാം ഒഴിവാക്കി തരില്ലേ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടേക്ക് വന്നു നിന്നോളൂ എന്ന് ഞാൻ ആ ഒരു രീതിയിൽ പറഞ്ഞു. അങ്ങനെ ഞാൻ അടുക്കളയിൽ കയറി ഭക്ഷണം ഉണ്ടാക്കാൻ തുടങ്ങി. ആ സമയത്ത് അയാൾ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നിൽക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് ഓരോ കാര്യങ്ങളായിട്ടൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു. നിങ്ങളുടെ കല്യാണം ലവ് മാരേജ് ആയിരുന്നോ അതോ അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ അയാൾ ചോദിക്കാൻ തുടങ്ങി. പെട്ടെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു, കല്യാണത്തിന് മുമ്പ് എന്തെങ്കിലും പ്രേമമൊക്കെ ഉണ്ടായിരുന്നോ, നിങ്ങളെ കണ്ടാൽ ഒരുപാട് സുന്ദരിയായിട്ട് തോന്നും, അപ്പോൾ നല്ലൊരു പ്രണയമൊക്കെ ഉണ്ടായിരുന്നു എന്നെനിക്ക് തോന്നിപ്പോയി, അതാണ് ചോദിച്ചത് എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. പെട്ടെന്ന് ഞാൻ പറഞ്ഞു, ഇതൊക്കെ എന്തിനാ ഇങ്ങനെ ചോദിക്കുന്നേ എന്ന് ചോദിക്കുമ്പോൾ ഇതൊക്കെ ഒന്ന് അറിയാനൊരാഗ്രഹം എന്ന് അയാൾ മറുപടി പറഞ്ഞു. നമ്മുടെ എഗ്രിമെൻറ്റിൽ നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് അടുക്കളയിൽ നിന്ന് സംസാരിക്കുന്നു എന്നില്ല, നിങ്ങൾക്ക് നിൽക്കാൻ എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ എന്ന് ഞാൻ ഒരു പുഞ്ചിരിയോടെ ഒരു തമാശയോടെ അയാളോട് പറഞ്ഞു. അപ്പോൾ അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, കുറച്ചു നേരം ഇങ്ങനെ സംസാരിച്ച് നിൽക്കാനും പിന്നെ ഇങ്ങനെ കിന്നരിക്കാനും ഒക്കെ എനിക്കൊരുപാട് ഇഷ്ടമാണ്, അത് മനസ്സിലാക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ എനിക്ക് നല്ലതാണല്ലോ, അതുകൊണ്ട് ഞാൻ അടുക്കളയിൽ വന്ന് നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്ന് പുഞ്ചിരിയോടെ അയാളും തിരിച്ച് മറുപടി പറഞ്ഞു. പുറത്ത് നല്ല മഴയായിരുന്നു ആ സമയം. അപ്പോൾ അയാൾക്ക് നല്ലതായിട്ട് തണുക്കുന്നുള്ളത് എനിക്ക് തോന്നി. പെട്ടെന്ന് ഞാൻ ചോദിച്ചു, പുതപ്പ് എന്തെങ്കിലും വേണം? പെട്ടെന്ന് അയാൾ പറഞ്ഞു, ഓ ഒന്നും വേണ്ട, എനിക്ക് ഫുഡ് കഴിക്കുന്ന ഒരുപാട് ഇഷ്ടമാണ്, അതിപ്പം ആരെങ്കിലും ഉണ്ടാക്കി തന്നാൽ അതിന് ഒരുപാട് ടേസ്റ്റ് അല്ലേ എന്ന് പറഞ്ഞു. ഞാൻ അപ്പം ആയിരുന്നു ഉണ്ടാക്കിയത്. അങ്ങനെ അപ്പം ചുട്ടത് അയാൾക്ക് ഒരു പാത്രത്തിലാക്കി കൊടുത്തു. അതിന് കൂടെ ഇന്നലെ ഉണ്ടാക്കിയ മീൻകറിയും കാര്യങ്ങളും അതായിരുന്നു രാത്രിയിൽ കൊടുത്തതും. അതും കൂട്ടി അയാൾ കഴിച്ചു. ശേഷം ഒരു സ്നേഹത്തിൻ്റെ ഒരു പുഞ്ചിരിയോടെ അയാൾ അതിൽ നിന്ന് കഴിക്കുന്ന കണ്ടപ്പോൾ എനിക്ക് അലിവ് തോന്നി. പെട്ടെന്ന് എനിക്ക് തോന്നിപ്പോയി, ലീല ചേച്ചി പറഞ്ഞതുപോലൊന്നുമല്ല, ആളൊരു ഡീസൻ്റാണ്, നല്ലൊരു മനുഷ്യൻ എന്നെനിക്ക് തോന്നി. പക്ഷേ ഇതിനേക്കാൾ ക്രൂരന്മാരായിട്ടുള്ള ആൾക്കാരാണ് എൻ്റെ ഭർത്താവിനെ പോലുള്ളത്. ഇയാളുടെ കയ്യിൽ നിന്ന് കാശും വാങ്ങിച്ച് അയാളുടെ കള്ളും മൂടി എന്നിട്ട് ആ കാശിനോണ്ട് കള്ളു കുടിച്ച് വീട്ടിൽ വരിക, അതിനേക്കായി എന്ത് അന്തസ്സുണ്ട് ഈ അണ്ണാച്ചിക്ക് എന്ന് ഞാൻ ഒരു നിമിഷം ചിന്തിച്ചു. അയാൾ ഒരു നേരത്തെ ഭക്ഷണമല്ലേ ചോദിച്ചുള്ളൂ എന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ ആളെൻ്റെ അടുത്ത് ചോദിച്ചു, നിങ്ങളെങ്ങനെ ഇയാളെ വിവാഹം കഴിച്ചു? ഇതിനേക്കാൾ നല്ല എത്രയോ പേരുണ്ടായിരുന്നു, ഇങ്ങനെ കള്ള് കുടിച്ചു വരുന്ന ഒരാൾക്ക് ഇത്രയും സുന്ദരിയായ ഒരാളെ എങ്ങനെ കിട്ടി എന്നൊക്കെ അയാൾ ചോദിക്കാൻ തുടങ്ങി. ഞാൻ അതിനൊന്നും മറുപടി പറഞ്ഞില്ല. എന്ത് ചെയ്യാനാണ് എൻ്റെ മാഷേ എന്നുള്ള ആ ഒരു ലാഘവത്തിൽ ഞാൻ ഇങ്ങനെ ഇരുന്നു. അണ്ണാച്ചി എപ്പോഴും ഒന്ന് ചിരിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ അവസ്ഥ ആലോചിച്ചിട്ട് അങ്ങനെയാണെന്ന് എനിക്ക് തോന്നിപ്പോയി. എന്താ അവസ്ഥ, ഇങ്ങനെ ചില അവസ്ഥകളുണ്ട് എന്ന് എനിക്കും അന്നേരം പറയണമെന്നുണ്ടായിരുന്നു. അണ്ണാച്ചി ആ സമയത്ത് എന്നെ നോക്കി, എന്നിട്ട് എന്നോട് പറഞ്ഞു, എനിക്കൊരു ജൗളിക്കടയുണ്ട്,
അവിടുന്ന് കുറച്ച് ഡ്രസ്സ് കൊണ്ടു തരട്ടെ? നിങ്ങൾ ഇടുന്നുണ്ടോ? നിങ്ങളുടെ ഈ ഡ്രസ്സെല്ലാം പഴയതല്ലേ? അത് കാണുമ്പോൾ എനിക്കൊരുപാട് സങ്കടം തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് ഞാൻ ഒരു ഡ്രസ്സ് കൊണ്ടുതരാം, നല്ല കുറച്ച് ഡ്രസ്സുകൾ. അതിന് കാശൊന്നും തരണ്ട, എനിക്ക് തോന്നിയിട്ട് തരുന്നതാണ്. പക്ഷേ എനിക്ക് നിന്റെ പൈസ തിരിച്ചു തരണം, അതെനിക്ക് അത്യാവശ്യമാണ് എന്ന് അയാൾ പറയുകയും ചെയ്തു. ഞാൻ പറഞ്ഞു, എനിക്ക് എങ്ങനെയെങ്കിലും ഉണ്ടാക്കാൻ പറ്റുന്നത് പോലെ ഞാൻ ആ പൈസ കൊണ്ട് തരും, അത് നിങ്ങൾ പേടിക്കണ്ട, ഞാൻ തരുമെന്ന് പറഞ്ഞാൽ അത് തന്നിരിക്കും എന്ന് പറഞ്ഞു. നിങ്ങളെ ഞാൻ നമ്പിട്ട ഏതായാലും അയാളെപ്പോലല്ല നിങ്ങൾ പറഞ്ഞാൽ വാക്ക് പാലിക്കും എന്നെനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പൈസ തരും എന്നെനിക്ക് ഉറപ്പുണ്ട്. എന്നാലും എനിക്ക് ഇവിടുന്ന് പോകാൻ പറ്റില്ല, എനിക്കെന്തോ ഇവിടെയൊക്കെ മിസ് ചെയ്യുന്ന പോലെ എന്നയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് ചോദിച്ചു, എന്താണ് നിങ്ങൾക്ക് മിസ് ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ അയാളൊന്ന് പുഞ്ചിരിച്ചു. ഈ കഥ വീണ്ടും ഞാൻ പറയുന്നതായിരിക്കും, അടുത്ത ഭാഗത്തിൽ പറയാം.